ദേവമംഗളം ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില ഫലങ്ങളെക്കുറിച്ചും 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. പൂരുരുട്ടാതി പിറന്ന പുരുഷൻ എന്നൊരു ചൊല്ലുണ്ട്. പൂരുരുട്ടാതി പിറന്ന സ്ത്രീ എന്ന് പറയുന്നതും ഉത്തമം തന്നെയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭം രാശിയെയും 4ാം പാദം മീനൻ രാശിയെയും പ്രതിനിധീകരിക്കുന്നു. കുംഭൻ രാശിനാഥൻ ശനിയും മീനം രാശിനാഥൻ വ്യാഴവുമാണ്. നക്ഷത്രനാഥൻ വ്യാഴവും. ഇവർ സ്വഭാവം കൊണ്ട് ഗംഭീരരാണ്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിര സ്വഭാവമായിരിക്കാം ഇതിന് കാരണം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആദർശവാദികളും ക്ഷിപ്രകോപികളുമാണെങ്കിലും അതുപോലെ തന്നെ ശാന്തശീലരുമാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ളവരും ഭക്ഷണപ്രിയരുമാണ്. ഇവർ സാധുശീലരും ലളിതമനസ്കരും ബുദ്ധിശക്തി കൂടുതലായുള്ളവരും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാനോ ബുദ്ധിമുട്ടാനോ യാതൊരുവിധ മടിയില്ലാത്തവരും മറ്റുള്ളവർ പറയുന്നതെന്തും കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇവർ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ ബുദ്ധിവൈഭവവും ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കുവാൻ ഇവർക്ക് കഴിയും. ഏത് കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി അഭിപ്രായ പ്രകടനം നടത്താനും ഇവർക്ക് കഴിയും. ഉന്നത വിദ്യാഭ്യാസവും ഉന്നതരുമായിട്ടുള്ള ബന്ധവും പരിചയവും ഇവർക്ക് അനായാസേന ലഭിക്കും. ഇവർ പ്രവർത്തന രംഗത്ത് വളരെ വേഗത്തിൽ ഉയർച്ചയിലെത്തും. എന്നാൽ ശനി രാശ്യാധിപൻ കൂടിയായതിനാൽ വളരെ വേഗം നഷ്ടപ്പെടുകയും ചെയ്യും. പല കാര്യങ്ങളും ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നുകൊണ്ട് ഇവർ കൂടുതൽ കുഴപ്പങ്ങളിൽ ചെന്നുപെട്ടുകൊണ്ടുമിരിക്കും. ഇവർ സ്വന്തം അഭിപ്രായമനുസരിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെടാറുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമെങ്കിലും തൻ്റെ തീരുമാനവുമായി യോജിച്ചില്ലെങ്കിൽ അത് ചെവിക്കൊള്ളാറില്ല. താൻ തുടങ്ങിയ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ ഏതുതരത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാനും ഇവർ തയ്യാറായിരിക്കും. ശനിയാണ് ഇവരുടെ ഉന്നതിക്കും അധപ്പതനത്തിനും കാരണമാകുന്നത്. ചിലർ മനഃക്ഷോഭങ്ങളെ അടക്കി മാനസിക ആഘാതം കാരണം അന്തർമുഖ പ്രകൃതരായി മാറും. ഇവർ പിന്നീട് ആളുകളോട് ഇണങ്ങിച്ചേരാനും സമൂഹത്തിലെ അംഗമാകാനും വളരെ സമയമെടുത്തുന്നു വരും. കുംഭക്കൂറുകാരുടെ വിദ്യാവാക്സ്ഥാനമായ 2ാം ഇടം മീനരാശിയും വിദ്യാകാരകനായ ബുധൻ്റെ നീചരാശിയുമാണ്. അതിനാൽ ചിലപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ തടസ്സമോ പുരോഗതിയില്ലായ്മയോ ഉണ്ടായേക്കാം. ആഗ്രഹിച്ച വിഷയത്തിൽ പ്രവേശനം കിട്ടിയില്ലെന്നും വരാം. എങ്കിലും ഇവർ ഏതെങ്കിലും വിഷയത്തിൽ ഉന്നത വിദ്യ ഭൂരിപക്ഷം പൂരുരുട്ടാതി നാളുകാരും കരസ്ഥമാക്കിയിരിക്കും. രാശ്യാധിപനായ ശനിയുടെ ശത്രുഗ്രഹമായ ചൊവ്വയുടെ രാശിയാണ് കുംഭക്കാരുടെ തൊഴിൽ സ്ഥാനം. അതിനാൽ ഇവരുടെ തൊഴിൽ സ്ഥാനം മിക്കവാറും അശാന്തമായിരിക്കും, പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. മീനക്കൂറുകാരുടെ തൊഴിൽ സ്ഥാനം ധനുവും രാശ്യാധിപൻ വ്യാഴവുമായതിനാൽ തൊഴിൽ രംഗത്ത് ഭാഗ്യമുള്ളവരാവും ഇവർ. ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളെയാണ് പൂരുരുട്ടാതി നാൾ സൂചിപ്പിക്കുന്നത്. വാരിയല്, കാലിൻ്റെ വശങ്ങൾ, ഇടുപ്പ് മുതലായവ ഇതിൽ വരും. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ അവയവങ്ങൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ ബാധിച്ചേക്കാം. എന്നാൽ മീനക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴത്തിൻ്റെ സ്വാധീനം മൂലം കഫവാതപ്രകൃതികളും ആയിരിക്കും. സന്ധിവേദന, പുറംവേദന, ശ്വാസം മുട്ട്, ഉറക്കക്കുറവ്, വിഷാദരോഗം എന്നിവ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ചാരവശാൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴും അനുഭവപ്പെട്ടേക്കാം. ഈ നക്ഷത്രക്കാരുടെ പ്രാരംഭകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. 20 വയസ്സിനുമേൽ സ്വതന്ത്രമായ ചിന്താഗതി ഇവരിൽ വളർന്നു തുടങ്ങും. 24-നും 38-നും ഇടയ്ക്കുള്ള വയസ്സുകൾക്കിടയിൽ ശ്രേയസ്കരങ്ങളായ സംഭവങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും പലവിധ കുടുംബ പ്രശ്നങ്ങളും കുടുംബ ദുരിതങ്ങളും പ്രവർത്തന മാർഗങ്ങളിൽ വൈഷമ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. 33 വയസ്സിന് ശേഷമേ ഉത്കർഷത്തിന് നിദാനങ്ങളായ ചില പരിവർത്തനങ്ങൾ ഇവരെ സ്വാഗതം ചെയ്യുകയുള്ളൂ. എന്നിരുന്നാലും 40-നും 50-നും വയസ്സുകൾക്കിടയിൽ മാത്രമേ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിത പശ്ചാത്തലം ഉറപ്പിക്കാൻ കഴിയൂ. ഭൂരിപക്ഷം പൂരുരുട്ടാതി നാളുകാർക്കും മാതൃഭാഗ്യം കുറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. മിക്കവാറും ബാല്യദശയിലോ യൗവനാരംഭത്തിൽ തന്നെയോ മാതാവുമായി വേർപെടാനോ മാതൃവിയോഗമോ സംഭവിക്കാൻ ഇടയെന്നേക്കാം. എന്നാൽ ജാതകത്തിൽ മാതൃഭാവം സമ്പുഷ്ടമല്ലെങ്കിൽ മാതൃനാശം ഉണ്ടായില്ലെങ്കിൽ പോലും മാതാവുമൊന്നിച്ചുള്ള താമസവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് കുറവായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ മാതാവ്
വാത്സല്യഭാവത്തിൻ്റെ നിറകുടമായിരിക്കും. ദയ, സൗജന്യ മനസ്ഥിതി, മനുഷ്യപ്പറ്റ്, ബുദ്ധിശക്തി, ഒപ്പം തന്നെ കലാഹൃദയവും ഉള്ളവരായിരിക്കും. പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാവും. പിതാവ് പൊതുജനസമ്മതനും സ്വഭാവഗുണവും ധനികനുമായിരിക്കും. എന്നാൽ നല്ല കാര്യത്തിനായാൽ പോലും ധനം ചെലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്കനുമായിരിക്കും. പൂരുരുട്ടാതി നാളുകാർ പിതാവിൻ്റെ താൽപ്പര്യങ്ങളും ഉപദേശങ്ങളും വേണ്ടവണ്ണം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരും ഇക്കാരണത്താൽ തന്നെ പിതാവുമായി അടിക്കടി അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാവുകയും ചെയ്യും. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സഹോദരബന്ധം അത്ര ഗുണകരമായിരിക്കില്ല. സ്നേഹദോഷ സമ്മിശ്രമായിരിക്കും. മീനക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സഹോദരിമാരാവും ഉണ്ടാവുക. അവരുടെ സ്നേഹപരിലാളനങ്ങൾ, ബഹുമാനങ്ങൾ ഇവർക്ക് എപ്പോഴും ലഭിക്കുകയും ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള പരുക്കൻ മട്ട് ഇവർ ദാമ്പത്യ ജീവിതത്തിൽ കാണിക്കാത്തതുകൊണ്ട് ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ടു പോകും. കുംഭക്കൂറുകാരുടെ 7ാം രാശി ചിങ്ങവും രാശിനാഥൻ സൂര്യനുമാകിയാൽ പദവി, അധികാരം, പരുക്കൻമട്ട് എന്നിവയോടുകൂടിയ ആളായിരിക്കും ജീവിത പങ്കാളിയായി വരുന്നത്. എങ്കിലും വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ടു പോകും. എന്നാൽ മീനക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ 7ാം രാശി കന്യയും രാശിനാഥൻ ബുധനുമാകിയാൽ സൗഹൃദന്മാരും അനുരഞ്ജന സ്വഭാവികളുമായിരിക്കും ജീവിത പങ്കാളി. സന്താനങ്ങളുടെ കാര്യത്തിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ദീർഘായുസ്സും സന്മാർഗനിഷ്ഠയും അനുസരണശീലവുമുള്ള സൽസന്താനങ്ങൾ ഇവർക്ക് കൈവരും. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആൺകുട്ടികളും മീനക്കൂറുകാർക്ക് പെൺകുട്ടികളുമാകാനാണ് സാധ്യത കൂടുതൽ. കുംഭക്കൂറുകാരായ പൂരുരുട്ടാതി നക്ഷത്രക്കാർ തുറന്നു പെരുമാറാത്തവരും മിക്കവാറും ഒരു ഒറ്റയാന്മാരും ആകും. അതിനാൽ ഇവർക്ക് സൗഹൃദ ബന്ധങ്ങൾ കുറവായിരിക്കും. ഇനി അഥവാ ആരെങ്കിലുമായി സൗഹൃദം ഉണ്ടെങ്കിൽ അത് ദീർഘവും ദൃഢവുമായ സൗഹൃദ ബന്ധമായിരിക്കുകയും ചെയ്യും. എന്നാൽ മീനക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ധാരാളം ഉണ്ടാവുകയും അത് അവർ ഒരു ആഘോഷമാക്കുന്നവരുമായിരിക്കും. കുംഭക്കൂറുകാർ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ മീനക്കൂറുകാർ കൂട്ടം ചേർന്ന് ഉല്ലസിച്ച് സഞ്ചരിക്കുന്നവരായിരിക്കും. കുംഭക്കൂറുകാർക്ക് ശത്രുക്കൾ കുറവായിരിക്കും. എന്നാൽ മീനക്കൂറുകാർ സ്നേഹം നടിച്ച് തുറന്ന പെരുമാറ്റം കൊണ്ട് ശത്രുവിനെ കീഴടക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൃഗം സിംഹവും, വൃക്ഷം തേന്മാവും, പക്ഷി മയിലും, മനുഷ്യഗണവും, പുരുഷയോനിയും, ഭൂതം ആകാശവും, ദേവത അജയ്പാത്മാണ്. പക്ഷി മൃഗവൃക്ഷാദികളെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ഏറെ ഗുണകരമാണ്. ദേവത അജൈകപാത് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം. അജൈകപാത് എന്നത് രുദ്രനാണ്. അത് ശിവൻ്റെ ക്രോധരൂപം. ഓം അജൈകപതേ നമ എന്ന മന്ത്രം രാവിലെയും വൈകിട്ടും ഒരു നിശ്ചിത സംഖ്യ ജീവിതാവസാനം വരെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുംഭക്കൂറുകാർക്ക് നീലയും മീനക്കൂറുകാർക്ക് മഞ്ഞയും അനുയോജ്യ നിറങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് പടിഞ്ഞാറും മീനക്കൂറുകാർക്ക് കിഴക്ക് വടക്കും അനുയോജ്യമായ ദിശകളാണ്. കുംഭക്കൂറുകാർക്ക് ശനി, വെള്ളി എന്നിവയും മീനക്കൂറുകാർക്ക് വ്യാഴം, ചൊവ്വയും എന്നിവ ഉത്തമ ദിനങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് 8ഉം മീനക്കൂറുകാർക്ക് 3ഉം ശ്രേയസ്കരമായ സംഖ്യകളാണ്. ഇനി 2024 സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ ചില വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനോ ഏറ്റെടുക്കാനോ സാഹചര്യം വരും. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരും. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലം വരും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. കോപവും അലസതയും മൂലം പല പ്രതിസന്ധികൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. 2024 ഒക്ടോബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധത്തിലുള്ള സഹായവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും കൈവന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള സാമ്പത്തിക സഹായം കൈവരും. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. 2024 നവംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് ഗുണങ്ങളും സാമ്പത്തിക ഉന്നമതി കൈവരും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേർന്നേക്കാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് യോഗമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാതെ സൂക്ഷിക്കുക.
2024 ഡിസംബർ മാസത്തെ ഗ്രഹചാരവശാല ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായ ധന ആഗമനം ഉണ്ടാകും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായി കാണുന്നു. ഗ്രഹത്തിൽ വിവാഹമോ അതുപോലുള്ള മംഗളകർമ്മങ്ങളോ നടക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും. മാസാന്ത്യം മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ഡിസംബർ മാസം പൊതുവെ ഗുണകരമായിരിക്കും. നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളൊന്നുമില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ 90% അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.